പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 3-4 വചനങ്ങൾ. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റുവീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ എന്ന വാക്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് താൽക്കാലികമായി ലഭ്യമാകുന്ന ചില സന്തോഷങ്ങൾ, ചില മധുരങ്ങൾ, ചില സമാധാനങ്ങൾ ഒക്കെ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് ആ സന്തോഷത്തിലും ആ നന്മയിലും ആ മധുരത്തിലും നാം മുൻപോട്ട് പോകേണ്ടതുണ്ടെന്നും, ചിലപ്പോൾ നമുക്ക് നൽകുന്ന ആ സന്തോഷവും ആ സമാധാനവും ആ ഉത്സാഹവും ആ മധുരവുമൊക്കെ വെറും താൽക്കാലികം ആകുന്നു എന്നും, പിന്നത്തേതിൽ നാം അനുഭവിച്ച സന്തോഷത്തേക്കാൾ അധികം അസമാധാനങ്ങളും വേദനകളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായി തീരുമോ എന്ന് നാം തന്നെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് മാത്രമേ ചിലതിൽ നാം ആനന്ദം കൊള്ളുവാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചിയും ആകുന്നു എന്നുള്ള വാക്കുകളാണ്. നമുക്ക് ചിലതൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്നതും ഒത്തിരി ആനന്ദകരവുമായിട്ടൊക്കെ നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ അതധിക കാലം നിലനിൽക്കാത്തതും അത് പിന്നത്തേതിൽ നമ്മെ അധികം വേദനയിലേക്ക് ആഴ്ത്തിക്കളയുന്നതുമാകുന്നു എങ്കിൽ, ആ താൽക്കാലികമായ നന്മയും സന്തോഷവും നാം പിന്തുടരുന്നതിന് പകരമായി നാം അതിനെ വിട്ട് നിത്യമായ ഒരു സങ്കടത്തിൽ എത്തിപ്പെടാതിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ള വാക്കുകൾ തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിൻ്റെ വയറ്റിന് കയ്പും എങ്കിലും വായിൽ തേൻ പോലെ മധുരവും ആയിരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രമാണം അത് നമുക്ക് നൽകുന്നതായ മധുരവും നമുക്ക് നൽകുന്നതായ ആനന്ദവും ഏറ്റവും വലുതാണ്. എന്നാൽ അത് നമ്മുടെ ഉദരത്തിൽ അല്പമല്ലാത്ത കയ്പുകൾ ഉണ്ടാക്കുന്നു എങ്കിലും അത് നമുക്ക് ദോഷകരമായി തീരുന്നില്ല. അത് നമുക്ക് നന്മയായി മാത്രമേ വരികയുള്ളൂ എന്ന് ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സന്തോഷത്തിനും ചില ആനന്ദത്തിനും ചില ഉയർച്ചയ്ക്കും വേണ്ടിയൊക്കെ നാം പോകുമ്പോൾ അത് താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്നുവെങ്കിലും നിത്യമായ ഒരു ദുഃഖത്തിലേക്കാണ് നമ്മെ കൊണ്ട് എത്തിക്കുന്നതെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവം നൽകുന്ന ആ ദുഃഖമോ ആ വേദനയോ എന്തായിരുന്നാലും അത് മനസ്സോടെ സ്വീകരിച്ച് അന്ത്യത്തിൽ
ഏറ്റവും മധുരമുള്ള ഒരു ജീവിതത്തിൽ നാം എത്തിച്ചേരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ആദിയെങ്കിൽ കയ്പാകുന്നു എങ്കിലും അന്ത്യം മധുരമായി തീരത്തക്ക തലത്തിൽ ഞങ്ങൾ എത്തിപ്പെടേണ്ടതിന് ഞങ്ങളുടെ താൽക്കാലിക സന്തോഷത്തിനായി ഞങ്ങൾ പോകുന്നവരായിട്ടല്ല, നിലനിൽക്കുന്ന സന്തോഷത്തിനു വേണ്ടി ഞങ്ങൾ പ്രയത്നിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.